ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇത് ജ്യൂസ് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ആദ്യം ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും നമ്മളിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്താണ്. നമ്മുടെ കയ്യിലുള്ള ഈത്തപ്പഴം നല്ല ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഒരു 4-5 മണിക്കൂർ മുന്നേ നല്ല ഫ്രഷായ വെള്ളത്തിൽ ഇട്ട് വെക്കുക. സോഫ്റ്റ് ആയതാണെങ്കിൽ കുഴപ്പമില്ല. ജ്യൂസ് അടിക്കുമ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് കുരു കളഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ ഇതിവിടെ കുതിർത്ത് വെച്ചതാണ്. ഒരാൾക്ക് കുടിക്കുകയാണെങ്കിൽ ഒരാൾക്കാണുള്ളതാണെങ്കിൽ ഒരു 4 ഈത്തപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ആൾക്കുള്ളതാണ് അടിക്കുന്നത്. അപ്പോൾ ഞാനൊരു 8 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ബ്ലഡ് കൂട്ടാനാണെങ്കിലും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈത്തപ്പഴം കഴിക്കുന്നത്. പക്ഷേ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇടവിട്ടൊക്കെ 1-2 കഴിക്കുന്നത് നല്ലത്. ഇനി നമുക്ക് അടുത്ത അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നോക്കുക. റോബസ്റ്റ് പഴം റെഡി ചെയ്തത് നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഫാറ്റ് കൂടാനൊക്കെ ആണെങ്കിൽ നേന്ത്രപ്പഴം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം ഒരു 7 കാഷ്യൂനട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂനട്ടില്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഒഴിച്ച് കൊടുത്ത പാലാണ്. പാലെടുക്കുമ്പോൾ കട്ടിപ്പാൽ തന്നെ എടുക്കുക കേട്ടോ. വെള്ളം ചേർത്ത പാലൊന്നും എടുക്കാതെ നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെ എടുക്കാൻ നോക്കുക. ഇനി നമുക്കൊന്ന് തണുപ്പിച്ച് കുടിക്കാനാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തണുപ്പ് പറ്റാത്തവരും ഐസൊന്നും പറ്റാത്തവരാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തണുപ്പിച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒരു തൈ പോലും ഇല്ലാതെ അടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇത് നമ്മൾ ഒരു ഇടവിട്ട് ദിവസങ്ങൾ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. തടി വെക്കണം നല്ലതും കുട്ടികൾക്ക് ആണെങ്കിലും കുടിക്കാൻ നല്ലതാണ്. ഈത്തപ്പഴം ഇതുപോലെ നമ്മൾ ജ്യൂസായിട്ടോ അല്ലാതെ വെറുതെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂടും. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരമൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ ഈത്തപ്പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കത് കുടിക്കാം കേട്ടോ. വെറും വയറ്റിൽ കുടിക്കേണ്ട. ചിലർക്ക് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാൻ നിൽക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ടൈമിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുടിക്കാം കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് നല്ലൊരു ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഈത്തപ്പഴോ നേന്ത്രപ്പഴോ കഴിച്ചവർക്ക് ചില ഫുഡൊക്കെ അലർജി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ 2 ഇൻഗ്രീഡിയൻസ് പാല് പറ്റാത്തവർ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കഴിക്കാൻ നിൽക്കണ്ട. ഇത് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഒരു കുഴപ്പമില്ല. ഈ 3 ഇൻഗ്രീഡിയൻസ് കഴിച്ച് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അപ്പോൾ അത്ര നമ്മൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ ബൈ, താങ്ക് യു.